വെൽക്കം ബാക്ക്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കായി മൃദംഗവിഷന് അനുമതി നൽകിയതിൽ ഉന്നത ഇടപെടലെന്ന് ആരോപിച്ച് GCDA ചെയർമാനെതിരെ വിജിലൻസിന് പരാതി വന്നിരിക്കുന്നു. സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകരുതെന്ന GCDA എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം മറികടന്നാണ് ചെയർമാൻ K. ചന്ദ്രൻപിള്ള അനുമതി നൽകിയത്. 2025 ഏപ്രിൽ വരെ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ടർഫ് ഒരു നൃത്ത പരിപാടിക്ക് വിട്ടു നൽകിയത് വഴിവിട്ട ഇടപെടലിലൂടെയെന്നാണ് കൊച്ചി സ്വദേശി ചെഷയർ ടാർസൻ ആരോപിക്കുന്നത്. ചെഷയർ ടാർസന്റെ പ്രതികരണത്തിലേക്ക്. വലിയൊരു സ്കാം നടത്തുന്നുണ്ട് ഈ പറയുന്ന ഡാൻസ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട്. അതിനകത്ത് പങ്കാളിയായേക്കുന്ന GCDA മാത്രമേ ഉള്ളൂ. പിന്നെ പോലീസിൻ്റെ ക്ലിയറൻസ് വാങ്ങിച്ചിട്ടില്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെ ക്ലിയറൻസ് വാങ്ങിച്ചിട്ടില്ല, ഫയർ NOC ഇല്ലാതെയാണ് GCDA ഇത് കൊടുത്തത്. എസ്റ്റേറ്റ് സൂപ്രണ്ട് ഇതിനകത്ത് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ISLുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് ഈ ഏപ്രിൽ 30 വരെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണെന്നും ഇത് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണെന്നും ഫുട്ബോൾ അല്ലാത്ത യാതൊരുവിധ പരിപാടിക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ബൈലോയിൽ പറഞ്ഞിട്ടൊന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ സംഘാടകന് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിന് വേണ്ടി, ലാഭമായി കിട്ടുന്നതിന് വേണ്ടി GCDA ചെയർമാനും ഉദ്യോഗസ്ഥന്മാരും കൂടി നടത്തിയ ഒരു ക്രിമിനൽ ഒഫൻസാണത്. അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം. അലി അക്ബർ ഷാ, വഴിവിട്ട നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതും ആ നൃത്ത പരിപാടിക്ക് എങ്ങനെയാണ് അനുമതി കിട്ടിയത് എന്നുള്ള ചോദ്യം വിവാദ നിഴലിൽ നിൽക്കുമ്പോൾ പോലീസ് കേസായിരിക്കുന്ന സാഹചര്യത്തിൽ ചെഷയർ ടാർസൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗുരുതരമായ കൃത്യവിലോപമല്ലേ നടന്നിരിക്കുന്നത്? തീർച്ചയായും സുജയ പാർവതി, ഈ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിനിടയിലാണ് GCDA ഈ പരിപാടിക്ക് അനുമതി നൽകിയതിൽ ഗുരുതര വീഴ്ച അല്ലെങ്കിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ ഒരു പരാതി ലഭിക്കുന്നത്. കൊച്ചി സ്വദേശിയായിട്ടുള്ള ചെഷയർ ടാർസനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായുള്ള ഇടപെടൽ ഈ മൃദംഗവിഷൻ പരിപാടിയുടെ അനുമതിക്ക് വേണ്ടി നടത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ GCDയിലേക്ക് ഒരു അപേക്ഷ വരുമ്പോൾ അത് എസ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോകേണ്ടതാണെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ അനുമതി നടക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാടക നിശ്ചയിക്കേണ്ടത്, ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും നടക്കേണ്ടത്. പക്ഷേ മൃദംഗവിഷൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തിയിരിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്ക് കൈക്കൊണ്ടിരിക്കുന്നത് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള മാത്രമാണ് എന്ന് തെളിയിക്കുന്ന നിലയിലുള്ള ഫയൽ നോട്ടുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ടിവിയിലേക്ക് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ ഈ GCDA എസ്റ്റേറ്റ് വിഭാഗം സൂപ്രണ്ട് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇത് അന്താരാഷ്ട്ര നിലവാരത്തിൽ FIFA മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടർഫാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഏതര മത്സരങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ ഇത് വിട്ടു നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ നൽകരുത് എന്ന് കൃത്യമായി എസ്റ്റേറ്റ് വിഭാഗത്തിൽ നിന്നുമുള്ള കുറിപ്പ് അത് ആ ഫയൽ നോട്ടിൽ വ്യക്തമാണ്. പക്ഷേ അതിനുശേഷം പുതിയ ചില ക്ലോസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചെയർമാൻ ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്നതാണ് ആ നോട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. പുതിയ ചില ക്ലോസുകൾ കൊണ്ടുവരുന്നത്, അതായത് ബ്ലാസ്റ്റേഴ്സിന് ഈ വരുന്ന മാസം 30 വരെ ഇപ്പോൾ വാടകയ്ക്ക് ലീസിന് നൽകിയിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു NOC ഉണ്ട് എങ്കിൽ മൃദംഗവിഷൻ ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റേഡിയം വിട്ടു നൽകാമെന്ന നിലയിലുള്ള പുതിയൊരു ക്ലോസ് കൊണ്ടുവരുന്നു. പിന്നീട് ഈ ക്ലോസിന് ശേഷം ചെയർമാൻ്റെ ഇടപെടലിന് ശേഷം അടിയന്തര നടപടിക്രമങ്ങളാണ് നടന്നത്. ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു. അന്നേ ദിവസം തന്നെ മൃദംഗവിഷൻ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്നുള്ള ഒരു അനധികൃതമായ ഇടപെടൽ, നിയമവിരുദ്ധമായ ഒരു ദ്രുതഗതിയിലുള്ള ഇടപെടൽ ചെയർമാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മൃദംഗവിഷൻ ഈ പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇപ്പോൾ വിജിലൻസിൽ പരാതി ഉയർന്നിരിക്കുന്നത്. ഇത് ശരിവെക്കുന്ന നിലയിലുള്ള ഫയൽ നോട്ടുകൾ സൂപ്രണ്ട്, എസ്റ്റേറ്റ് വിഭാഗം സൂപ്രണ്ട് എഴുതിയിരിക്കുന്ന ഫയൽ നോട്ടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, കോടികളുടെ ആരോപണങ്ങളാണ്, കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്തായാലും പല കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. എസ്റ്റേറ്റ് വിഭാഗം അനുമതി നൽകേണ്ട, വാടക നിശ്ചയിക്കേണ്ട, കമ്മിറ്റി കൂടി എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കാൻ കഴിയുമെന്ന് വാടക നിശ്ചയിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയർമാൻ തീരുമാനമെടുത്തിരിക്കുന്നു, ചന്ദ്രൻപിള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ FIFA മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ടർഫിന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള നിലയിലേക്കുള്ള ഒരു പരിപാടി, ഒരു നൃത്ത പരിപാടി, അതിന് വഴിവിട്ട ഇടപെടലിലൂടെ അനുമതി നൽകി എന്നുള്ളതുമാണ് ഈ പരാതിയിൽ പറയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പുറത്തു വരുന്നതും. ഗുരുതരമായ ആരോപണമാണ്, ഗുരുതരമായ വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടികൾ അല്ലെങ്കിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചി സ്വദേശിയായിട്ടുള്ള ചെഷയർ ടാർസൻ രംഗത്തെത്തിയിരിക്കുന്നതും. സുജയ.